ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി കിച്ചൻ. അപ്പോൾ ഇന്ന് സിംപ്ലി കിച്ചനിലൂടെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു വറവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിപ്പോൾ ഒട്ടുമുക്കാലും സ്ഥലത്തും ലോക്ക്ഡൗൺ ആയിട്ടായിരിക്കും ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ തൃക്കരിപ്പൂരും ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ ഏറ്റവും അധികം ഈ ലോക്ക്ഡൗൺ സമയത്ത് നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കറിക്ക് കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. എങ്ങനെയെങ്കിലും ഒരു 2 ആഴ്ചയെങ്കിലും വീട്ടിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടാൻ നോക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതങ്ങനെ ഒരു പുതിയ റെസിപ്പിയാണെന്നൊന്നും പറയുന്നില്ല. നിങ്ങളെല്ലാവരും മിക്കവാറും ആൾക്കാരും തയ്യാറാക്കുന്നത് തന്നെയായിരിക്കും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ നമുക്കിതിന് വേണ്ടി ആവശ്യമുള്ള സംഭവങ്ങൾ ഞാനിപ്പോൾ ഒരു 3/4 കപ്പോളം തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു ഉള്ളിയും ഒരു തക്കാളി, 2 പച്ചമുളക് കീറിയിട്ടത്, പിന്നെ അതുപോലെ 5-6 വെളുത്തുള്ളി ചതച്ചതും, ഇത്രയും സംഭവങ്ങളാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മാക്സിമം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വീട്ടുകാർക്ക് കൊടുക്കുക. അത്യാവശ്യത്തിന് മാത്രം പുറത്തു പോവുക. നമ്മുടെ ആരോഗ്യ പ്രവർത്തകരൊക്കെ നമ്മളോട് പറയുന്നത് പോലെ തന്നെ പിന്തുടർന്ന് നമുക്ക് ചെയ്യാം. ഇപ്പോൾ തൃക്കരിപ്പൂരിൽ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് നിങ്ങൾ എന്തായാലും ഇതുപോലെയൊക്കെ തന്നെ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 1 സ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മിക്സിയിൽ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. കാരണം ഈ പച്ച ഉള്ളിയുടെയും തേങ്ങയുടെയും വെളുത്തുള്ളി, കറിവേപ്പില എന്നിവയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുട്ടയില്ലാതെ തന്നെ ഇതുപോലെ ഉള്ളി വറവാക്കി എടുക്കാം. ഇപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓണാക്കി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വറവ് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇത് ഞാനൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ മുട്ട ചേർക്കുന്നില്ലെങ്കിൽ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ടൈമിലാണ് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ പെട്ടെന്ന് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഈ വറവ് ഇവിടെ റെഡിയായി കിട്ടും. ഈ ഒരു വറവ് അത്യാവശ്യം നല്ല എരിവും പുളിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പത്തിരിക്ക ആയാലും ചപ്പാത്തി, പൂരി, കഞ്ഞി എല്ലാത്തിനും നമുക്ക് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇപ്പോൾ ഇതാ നമ്മുടെ മുട്ടയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു മുട്ട വറവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ സ്കൂളിൽ പോകുന്ന ടൈമിൽ ഉമ്മാക്ക് പെട്ടെന്ന് കറിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ അന്നേരം ആ ടൈമിൽ നമുക്കതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അത്ര വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ലെങ്കിലും ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ ആ ഒരു ഇത് നമുക്ക് ശരിക്കും അനുഭവിക്കുന്നത്, ഒരു നൊസ്റ്റാൾജിക് ഫീല്. അപ്പോൾ ഇതെന്തായാലും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.